നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അവരുടെ ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസ്. നമുക്കറിയാം, അദ്ദേഹം സമീപകാലത്ത് മികച്ച പ്രകടനം ക്ലബിന് വേണ്ടി നടത്തുന്നുണ്ട്. പതിവ് പോലെ കഴിഞ്ഞ സീസണിലും മികച്ച പ്രകടനം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ 48 മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അതിൽ നിന്ന് 15 ഗോളുകളും 13 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു നീക്കം കൂടി ഇവിടെ ഫലം കണ്ടിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കുകയാണ്. 2027 വരെയുള്ള ഒരു പുതിയ കരാറിലായിരിക്കും അദ്ദേഹം ഇനി ഒപ്പുവെക്കുക. ഒരു വർഷത്തേക്ക് കൂടി ഈ ഒരു കരാർ പുതുക്കാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഈ കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാളായി മാറാൻ ബ്രൂണോ ഫെർണാണ്ടസിന് സാധിക്കും. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആഴ്ചയിൽ 2,40,000 പൗണ്ടാണ് താരത്തിന് പുതിയ കോൺട്രാക്ട് പ്രകാരം സാലറി ആയിക്കൊണ്ട് ലഭിക്കുക. ബ്രൂണോയെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു. ഫ്രഞ്ച് വമ്പന്മാരായ PSG വലിയ താല്പര്യമുള്ള താരമായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. കൂടാതെ സൗദി അറേബ്യ ഇദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചിരുന്നു. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇനിയിപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് യുണൈറ്റഡ് കളിക്കുക. ആദ്യ മത്സരത്തിൽ ഫുൾഹാം ആണ് അവരുടെ എതിരാളികൾ. വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.